CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. അഞ്ഞൂർ അങ്ങാടിയിലെ കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള വാട്ടർ ടാങ്ക് നിലംപൊത്തി. സമീപത്ത് ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിലേക്ക് ടാങ്ക് വീണതിനാൽ വലിയ അപകടമൊഴിവായി. ചാലിശ്ശേരി പഞ്ചായത്ത് 8ാം വാർഡ് ആലിക്കരയിൽ ബുധനാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിൽ പന പൊട്ടിവീണ് വീട് ഭാഗികമായി തകർന്നു. 2 വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു. കനത്ത മഴയെ തുടർന്ന് ചൂണ്ടൽ സെന്ററിലെ വെള്ളക്കെട്ട് കച്ചവട സ്ഥാപനങ്ങൾക്കും യാത്രികർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് വെള്ളക്കെട്ടിന് കാരണമാകുന്നത്. ശക്തമായ കാറ്റിലും മഴയിലും ചാവക്കാട് തിരുവത്ര EMS നഗറിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണു. വീടിന് മുകളിലെ ഷീറ്റിനും കോൺക്രീറ്റിനും കേടുപാടുകൾ സംഭവിച്ചു. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥിനിക്കു നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ പെരുമ്പടപ്പ് സ്വദേശിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. 45 വയസ്സുള്ള അനീഷിനെയാണ് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം മധുരക്കുളം റോഡിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ മതിൽ തകർത്തു. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയായിരുന്നു അപകടം. ആർക്കും പരിക്കില്ല. ചേറ്റുവയിൽ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചുള്ളിപ്പടി പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന കറുപ്പം വീട്ടിൽ അഷ്റഫിന്റെ മകൻ 17 വയസ്സുള്ള അസിം ഹംസയാണ് മരിച്ചത്. നെല്ലിന്റെ സംഭരണ വില ലഭിക്കാത്തതിനാൽ പരൂർ കോൾപ്പടവിലെ കർഷകർ ദുരിതത്തിൽ. സർക്കാർ ഏജൻസിയായ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് നെല്ല് നൽകിയിട്ട് 4 മാസം കഴിഞ്ഞിട്ടും പണം ഇതുവരെ ലഭിച്ചില്ല. എരുമപ്പെട്ടി കുന്നത്തേരി പാടത്തിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. എരുമപ്പെട്ടി പുലിക്കോട്ടിൽ വീട്ടിൽ ആന്റണിക്കാണ് പരിക്കേറ്റത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സർവശിക്ഷ കേരളയുടെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികളിൽ തൊഴിൽ പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായി കടപ്പുറം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തൊഴിൽ നൈപുണ്യ വികസന കേന്ദ്രം ആരംഭിച്ചു. പൊന്നയൂർക്കുളം ആൽത്തറ സെന്ററിലെ ലോട്ടറി ഏജൻസി കട സാമൂഹ്യവിരുദ്ധർ തല്ലിത്തകർത്തതായി പരാതി. കടയുടമ വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാർത്ഥികളിൽ ഭക്ഷ്യവിഷബാധ ലക്ഷണങ്ങൾ കണ്ട് ആശുപത്രികളിൽ കഴിഞ്ഞവർക്ക് സഹായധനം നൽകുമെന്ന എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാഗ്ദാനം പാലിക്കണമെന്ന് കേരള ഡെമോക്രാറ്റിക് പാർട്ടി മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു. CCTV ഇമ്പാക്ട് 6 മാസത്തോളം പൊന്നയൂർക്കുളം പഞ്ചായത്ത് കാര്യാലയത്തിന് പിറകുവശം വഴിമുടക്കി കിടക്കുകയായിരുന്ന മുച്ചക്രവാഹനം പുറത്തിറക്കി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ 2025-26 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. പൊന്നയൂർക്കുളം പഞ്ചായത്ത് ജീവനക്കാരുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും കലാകായിക മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെയും ആദരിച്ചു. സംസ്ഥയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ചമ്മന്നൂർ നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിൽ പതാക ഉയർത്തി. പെരുമ്പിലാവ് TMVHSS സ്കൂളിലെ കാർഷിക ക്ലബും സീഡ് ക്ലബും സംയുക്തമായി സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അടുക്കളത്തോട്ടം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.